ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. വരാൻ പോകുന്ന PSC എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിന് നൽകുന്ന റേച്ചൽ ഹെയ്ഹോ ഫ്ലിന്റ് പുരസ്കാരത്തിന് അർഹയായത് നാറ്റ് സ്കീവർ ബ്രെന്റ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിന് നൽകുന്ന റേച്ചൽ ഹെയ്ഹോ ഫ്ലിന്റ് പുരസ്കാരത്തിന് അർഹയായത് ഇംഗ്ലണ്ടിന്റെ നാറ്റ് സ്കീവർ ബ്രെന്റ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിന് നൽകുന്ന ഗാരി സോബേഴ്സ് ട്രോഫി നേടിയതാരായിരുന്നു? ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള ഗാരി സോബേഴ്സ് ട്രോഫി നേടിയത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ് ആണ്. എങ്കിൽ 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിനുള്ള റേച്ചൽ ഹെയ്ഹോ ഫ്ലിന്റ് പുരസ്കാരത്തിന് അർഹയായത് ഇംഗ്ലണ്ടിന്റെ നാറ്റ് സ്കീവർ ബ്രെന്റ് ആണ്. അടുത്ത ചോദ്യം, 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച ഏകദിന ക്രിക്കറ്റിലെ പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലിയാണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച ഏകദിന പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലിയാണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച 2020 പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സൂര്യകുമാർ യാദവ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച 2020 പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സൂര്യകുമാർ യാദവ് ആണ്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ ആണ്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാർ ആണ്. ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയത് ഏത് രാജ്യമാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെയാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയത്. ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. എവിടെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം? നെതർലൻഡിലെ ഹേഗ് ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ ഫുട്ബോൾ താരം ലയണൽ മെസ്സി. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ ഫുട്ബോൾ താരം അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ്. 3 വർഷത്തിനുള്ളിൽ കേരളത്തെ പേവിഷമുക്തമാക്കുന്നതിനുള്ള പദ്ധതി മിഷൻ റാബിസ്. 3 വർഷത്തിനുള്ളിൽ കേരളത്തെ പേവിഷമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് മിഷൻ റാബിസ് എന്ന പദ്ധതി. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണു. നാസയുടെയും ISROയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യം നിസാർ. നാസയുടെയും ISROയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യമാണ് നിസാർ. നിസാറിന്റെ പൂർണ്ണരൂപം നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ്. നാസയുടെയും ISROയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യമാണ് നിസാർ. നിസാറിന്റെ പൂർണ്ണരൂപം എന്താണ്? നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ എമർജൻസി. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് എമർജൻസി. 2024 അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലീറ്റ്സ് കമ്മിറ്റിയിൽ അംഗമായ ഇന്ത്യൻ താരം PR ശ്രീജേഷ്.
2024 അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലീറ്റ്സ് കമ്മിറ്റിയിൽ അംഗമായ ഇന്ത്യൻ താരം PR ശ്രീജേഷ് ആണ്. 2024 ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് അജന്ത ശരത് കമലാണ്. 2024 ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് ആരാണ്? അജന്ത ശരത് കമലാണ്. ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് താരമാണ് അജന്ത ശരത് കമൽ. അജന്ത ശരത് കമൽ ഒരു ടേബിൾ ടെന്നീസ് താരമാണ്. 2024 ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കാൻ പോകുന്നത് അജന്ത ശരത് കമലാണ്. 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ പ്രഭാവർമ്മയാണ്. 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ പ്രഭാവർമ്മയാണ്. സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്ന 4ാമത്തെ മലയാള സാഹിത്യകാരനാണ് പ്രഭാവർമ്മ. സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിക്കുന്ന 4ാമത്തെ മലയാള സാഹിത്യകാരനാണ് പ്രഭാവർമ്മ. മുൻപ് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? ബാലാമണിയമ്മ, അയ്യപ്പ പണിക്കർ, സുഗതകുമാരി എന്നിവരാണ് മുൻപ് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരന്മാർ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്നാണ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്നാണ്. ദ കുക്കിംഗ് ഓഫ് ബുക്സ് എ ലിറ്ററസി മെമ്മറി എന്ന കൃതിയുടെ രചയിതാവ് രാമചന്ദ്ര ഗുഹയാണ്. ദി കുക്കിംഗ് ഓഫ് ബുക്സ് എ ലിറ്ററസി മെമ്മറി എന്ന കൃതിയുടെ രചയിതാവ് രാമചന്ദ്ര ഗുഹയാണ്. ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും ഒക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളുടെ രേഖയാണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. IPLന്റെ വനിതാ പതിപ്പായിട്ടുള്ള വനിതാ പ്രീമിയർ ലീഗ് 2024 കിരീടം നേടിയ ടീം ഏതാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. IPLന്റെ വനിതാ പതിപ്പായിട്ടുള്ള വനിതാ പ്രീമിയർ ലീഗിലെ 2024 ചാമ്പ്യന്മാർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജീവ് കുമാർ ആണ്. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. 2023-24 വർഷത്തിലെ രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ മുംബൈ ആണ്. 2023-24 വർഷത്തിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈ ആണ്. ഫൈനലിൽ വിദർഭയെയാണ് മുംബൈ പരാജയപ്പെടുത്തിയത്. 2023-24 വർഷത്തിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈ ആണ്. ഫൈനലിൽ പരാജയപ്പെടുത്തിയ ടീം ഏതാണ്? വിദർഭ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയ്ക്ക് നൽകിയ പുതിയ പേര് അഹല്യാനഗർ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയ്ക്ക് നൽകിയ പുതിയ പേരെന്താണ്? അഹല്യാനഗർ എന്നാണ്. 2024 മാർച്ചിൽ നടന്ന ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസമാണ് ഭാരത് ശക്തി. 2024 മാർച്ചിൽ നടന്ന ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസം ഭാരത് ശക്തി എന്നാണ്. ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഭാരത് ശക്തി. ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമാണ് ഭാരത് ശക്തി. 2024 മാർച്ചിൽ ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ഭാരത് ശക്തിയാണ്. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി
തിരഞ്ഞെടുക്കപ്പെട്ടത് നയാബ് സിംഗ് സൈനിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മക്വാനയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോടാണ്. പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയാണ്. പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ആണ് ആസിഫ് അലി സർദാരി. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആരാണ്? ഷഹബാസ് ഷെരീഫാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ്. പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയാണ്. ഇനി നമുക്ക് പഠിച്ച 25 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച വനിതാ താരത്തിനുള്ള റേച്ചൽ ഹെയ്ഹോ ഫ്ലിന്റ് പുരസ്കാരത്തിന് അർഹയായത് ഇംഗ്ലണ്ടിന്റെ നാറ്റ് സ്കിവർ ബ്രന്റ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ താരത്തിനുള്ള ഗാരി സോബേഴ്സ് ട്രോഫി നേടിയത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ് ആണ്. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച ഏകദിന പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലി. 2023 ICC ക്രിക്കറ്റ് പുരസ്കാരത്തിൽ മികച്ച 2020 പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സൂര്യകുമാർ യാദവ്. ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാറാണ്. ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ ഫുട്ബോൾ താരം ലയണൽ മെസ്സി. 3 വർഷത്തിനുള്ളിൽ കേരളത്തെ പേവിഷമുക്തമാക്കാനുള്ള പദ്ധതിയാണ് മിഷൻ റാബിസ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു. നാസയുടെയും ISROയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യം നിസാർ. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ സിനിമ എമർജൻസി. 2024 അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അത്ലീറ്റ്സ് കമ്മിറ്റിയിൽ അംഗമായ ഇന്ത്യൻ താരം PR ശ്രീജേഷ്. 2024 ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് അജന്ത ശരത് കമൽ. 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ പ്രഭാവർമ്മയാണ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. ദ കുക്കിംഗ് ഓഫ് ബുക്സ് എ ലിറ്ററസി മെമ്മറി എന്ന കൃതിയുടെ രചയിതാവ് രാമചന്ദ്ര ഗുഹ. ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. 2023-2024 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ മുംബൈ. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയ്ക്ക് നൽകിയ പുതിയ പേര് അഹല്യ നഗർ. 2024 മാർച്ചിൽ നടന്ന ഇന്ത്യയുടെ സംയുക്ത സൈനിക അഭ്യാസം ഭാരത് ശക്തി. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മക്വാന. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോട്. പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി.